മൊഴികളായി കനവ് കണ്ട കാഴ്ചയായി കിളികളാടും ചുവടുമായി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഏത് ഇടവകയാണ്? സെന്റ് സെബാസ്റ്റ്യൻ. സ്ഥലം ഏതാണ്? ആനിക്കാട്. ഇവിടെ നോക്കാം. നോക്കിയിരുന്നോളാം കേട്ടോ. ഞാൻ ചെറിയൊരു വിസ്മയ കാഴ്ച കാണിച്ചതിന് ശേഷം മറ്റു കൊച്ചു കൊച്ചു കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നോക്കിയിരിക്കുക, വിസ്മയ കാഴ്ച കണ്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനുള്ള കഴിവ് തന്ന ആരാണ്? ദൈവമാണ് ആ കഴിവ് തന്നത്. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ മിടുക്കന്മാരും മിടുക്കികളാകണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് സഭയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും സഭാ ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ ജീവനിൻ്റെ വിലയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ വരുമ്പോഴത്തേക്കും അല്ലേ, ദൈവകൽപ്പനകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ പലതും പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത് നോക്കുക, ശ്രദ്ധിച്ചു കൊള്ളുക. ഒരു വിസ്മയ കാഴ്ച ഞാനിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇതാ നിങ്ങൾ കണ്ട വിസ്മയത്തിന് ഒരു രൂപമായി. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഷീറ്റ് നിങ്ങൾ കാണുന്നുണ്ട്, കാണാമല്ലോ, കണ്ടല്ലോ. ഇതാ തിരിച്ചും മറിച്ചും കാണുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഉണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ഈ വശം ഞാൻ തിരിച്ചൊന്ന് കാണിക്കാനായിട്ട് പോവുക. ഈ വശം റെഡായിരുന്നെങ്കിൽ ഈ വശം ഇപ്പോൾ മറ്റൊരു കളറായി അല്ലേ? ശരിയാണോ? അപ്പോൾ വിസ്മയം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇങ്ങനെയുള്ള വിസ്മയ കാഴ്ചകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഇതാ ഞാൻ ഈ ചെറിയ ഷീറ്റ് ഒന്ന് മടക്കാൻ പോവുക. നന്നായിട്ട് മടക്കുന്നു. അപ്പോൾ ഓരോ കഴിവുകൾ ദൈവം തന്നിരിക്കുന്നു. ദൈവം താലന്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്, ദൈവരാജ്യം പടർത്താനായിട്ട് സഭയോട് ചേർന്ന് നിന്ന് സഭാവിശ്വാസികളിൽ വിശ്വാസത്തിൻ്റെ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെ സുവിശേഷ ആശയങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, സവിശേഷമായ മൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം ക്രിസ്ത്യാനികളായ നമ്മൾ കലകൾ ഉപയോഗിക്കാൻ. പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പോൾ അതേ ചെറിയൊരു വിസ്മയം നോക്കുക കേട്ടോ. ഈ ചെറിയൊരു വിസ്മയം ഞാനൊന്ന് കാണിക്കുകയാണ്. നോക്കിയിരിക്കണം. അതിൻ്റെ ഷീറ്റൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും നോക്കിയേ, ഒരു വിസ്മയം കാണിച്ചു. ഇതെന്താണിത്? ആൻഡ്രിയെ, ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലെ ഓരോ സൃഷ്ടിയും എത്ര മനോഹരമാണ്. അവിടുന്ന് ഇതിലെല്ലാം ഉണ്ടെങ്കിലും അവിടത്തെ കാണാൻ നമ്മുടെ കൊച്ചു കണ്ണുകൾക്ക് സാധിക്കുന്നില്ലല്ലോ. അതുകൊള്ളാം, നീ ഒന്ന് കണ്ണടച്ചേ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലേ? ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇനി കണ്ണു തുറന്നാലോ, അവിടുന്ന് സ്പർശിക്കാത്ത ഒരിടം പോലുമില്ല. നീ പറഞ്ഞത് ശരിയാണ്. ഈ കാറ്റിലും വെയിലിലും മഴയിലും പൂവിലുമെല്ലാം അവിടുന്ന് നിറഞ്ഞു നിൽക്കുന്നു. ആൻഡ്രിയെ, നീ എന്താണ് ഇത് മാത്രം ചിന്തിച്ചിരിക്കുന്നേ? അലീനെ, നമ്മുടെ വികാരിയച്ഛൻ ഇന്ന് പറഞ്ഞു തന്ന ബൈബിൾ വ്യാഖ്യാനം നീ കേട്ടില്ലായിരുന്നോ? ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണെന്നും ഈശോ നമ്മെ പഠിപ്പിച്ചിരുന്നതുമെല്ലാം ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ കൊണ്ടാണെന്നും ഒക്കെ ഞാൻ അതൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ നിന്നുപോയതാ. ഇത് കൊള്ളാലോ. ഈ ചിന്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാ മാനത്ത് നോക്കി ദൈവത്തെ സ്തുതിക്കാനും സുന്ദരമായി പ്രകൃതി നോക്കി അവിടുത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് എവിടെയാ സമയം? ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണെന്ന് ബൈബിൾ നമ്മെ എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പ്രപഞ്ചത്തെ ധ്യാനിക്കുന്നതിന് മുമ്പ് സ്വയം കണ്ണടിച്ച് സ്വന്തം ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് മനുഷ്യന് ഏറ്റവും പറ്റാത്തത് എന്നെനിക്ക് തോന്നുന്നു. ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് ദൈവമില്ലെന്നാ മനുഷ്യന്റെ വിചാരം. ശരിക്കും ദൈവമുണ്ടോ? നമ്മുടെ സൺഡേ ക്ലാസ്സിൽ ജെയ്സി സിസ്റ്റർ പറഞ്ഞു തന്ന തിരുവചനങ്ങൾ നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ഓർമ്മിക്കാനുള്ള തിരുവചനങ്ങൾ. ശരിയാ, അന്ന് നമ്മൾ ഒരുമിച്ച് പഠിച്ച 139-ാം സങ്കീർത്തനം ഞാൻ ഓർക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിയാലോ? ഓക്കെ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം.
ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അവിടുന്ന് അതറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അവിടെ നിന്ന് ഞാൻ എവിടെ പോകും? അവിടുത്തെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ഞാൻ ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചെറുക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തികളിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അവിടുത്തെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ ഇരുട്ട് അങ്ങേക്ക് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ സൃഷ്ടികളെല്ലാം അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവിടത്തേക്ക് എൻ്റെ രൂപം അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കർത്താവിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ അവ എണ്ണാൻ നോക്കിയാൽ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? നോക്കിയേ, ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണ് നമ്മൾ ഓരോരുത്തരും. കാണാവോ? ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ കുഞ്ഞാടുകളായ നമ്മളെ ഓരോരുത്തരെയും തേടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആട്ടിൻകുട്ടി, അല്ലേ? ഈശോ പറയുന്നുണ്ട്, ഉപമയിലൂടെ പറയുന്നുണ്ട്, 100 ആടുകളുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ 99 ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒന്നിൻ്റെ പിന്നാലെ പോയ സ്നേഹം, അതാണ് ദൈവിക സ്നേഹം. നമ്മളാണെങ്കിലോ 1 പോട്ടേന്നേ, അല്ലേ? ബാക്കി 99 ഇല്ലേ? അതുപോലെ ഉള്ളതുകൊണ്ട് പോയാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈശോ അങ്ങനെയല്ല ചിന്തിച്ചത്. ആ 99 ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒന്നിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഈ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നി? സങ്കടം. സങ്കടമായിരിക്കും തോന്നിയല്ലേ? എന്നാൽ ഓർക്കുക, നമ്മൾ പാപം ചെയ്ത് തിന്മകൾ ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നമുക്ക് മാനുഷികമായിട്ടുണ്ടായ ഒരു വ്യസനം, ഒരു ബുദ്ധിമുട്ട്, ഒരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടം മനുഷ്യമായി നമുക്കുണ്ടായതുപോലെ ഈശോയുടെ ചങ്കും ഒന്ന് പിടയ്ക്കും. എന്ത്? എൻ്റെ കൊച്ചിനെ എനിക്ക് നഷ്ടമാകുന്നല്ലോ, അവൻ ചീത്ത കൂട്ടുകൂട്ടി നടക്കുകയാണല്ലോ, അവൻ പള്ളിയിൽ വരുന്ന കാര്യത്തിൽ പുറകോട്ടാണല്ലോ, പ്രാർത്ഥന ചെല്ലുന്ന കാര്യത്തിൽ പുറകോട്ടാണല്ലോ, ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ പുറകോട്ടാണല്ലോ, കുമ്പസാരിക്കുന്ന കാര്യത്തിൽ കൊച്ചു പുറകോട്ടാണല്ലോ. അവനൊന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ പാപം മോഹിച്ച് അവൻ്റെ നിർമ്മലമായ ഹൃദയം കൊടുത്ത് വിട്ടേനെ. നല്ല ഹൃദയം കിട്ടുമ്പോൾ അവന് പഠിക്കാൻ ബുദ്ധി ഞാൻ കൊടുക്കാനായിട്ട് കരുതി വെച്ചിരുന്ന, പക്ഷെ അവൻ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്നെല്ലാം ഓർത്ത് ഈശോ സങ്കടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിച്ചാൽ പാപവും പാപമാർഗങ്ങളും പാപ വഴികളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് വിശുദ്ധിയിൽ ഈ തുള്ളിച്ചാടുന്ന കുഞ്ഞാട്ടിൻകുട്ടിയെ കണ്ടിട്ടില്ലല്ലേ? ചിലപ്പോൾ അമ്മയാടും കുഞ്ഞാടും കൂടെ എന്നും പറഞ്ഞിങ്ങനെ അങ്ങോട്ട് ചാടി വലിയ സന്തോഷത്തോടെ കൂത്താടി കുഞ്ഞ് ആട്ടുകുട്ടിയൊക്കെ പാറപ്പുറത്തോടെയൊക്കെ ഓടി ചാടി നടക്കുമല്ലേ? ശരിയല്ലേ? നമുക്കങ്ങനെ ഓടിച്ചാടാൻ പറ്റുന്നില്ലല്ലോ. ചിലർക്ക് ആവശ്യമില്ലാതെ പാപവും ദുശീലങ്ങളും മൊബൈലെടുത്തിട്ട് കാണാതൊക്കെ കണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പാപത്തിൻ്റെ തലം വരും, ഒരു അസ്വസ്ഥത വരും. അതുകൊണ്ട് പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. അപ്പോൾ ദൈവത്തിൽ നിന്നും നല്ലയിടയിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മൾ അന്വേഷിച്ചു വരുന്ന കാട്ടിലും മേട്ടിലും കല്ലിലും ഉള്ളിലും കാട്ടുമൃഗങ്ങൾക്കിടയിലും വിശന്നും ദാഹിച്ചും അന്വേഷിച്ചു വരുന്ന ഒരു നല്ലയിടയൻ്റെ ചിത്രം നോക്കുക. ഞാൻ ഈ ആട്ടിൻകുട്ടിയെ ഈ ബോക്സിലേക്ക് വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളാം. അപ്പോൾ ബോക്സ് എന്ന് പറയുന്ന ഒരു പാപക്കുഴിയാണ്. ഈ പാപക്കുഴിയിലേക്ക് പുറമേ നോക്കുമ്പോൾ നല്ല ബോക്സല്ലേ? കാണാൻ നല്ല ബോക്സല്ലേ? അതേ ആ ബോക്സിലേക്ക് ഇട്ടു. ഞാൻ ഇത് അടച്ചു. അടച്ചതിന് ശേഷം നോക്കുമ്പോൾ ലോകത്തിൻ്റെ നല്ല സുഖമോഹങ്ങളുള്ള ബോക്സ്. അപ്പോൾ പാപിയായ നമ്മളെ സംബന്ധിച്ച്, ഇവിടെ ആടിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മളാണ് ഓരോ കുഞ്ഞാടുകൾ. ആ കുഞ്ഞാടുകളെ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അത് ഞാൻ മാറ്റാനായിട്ട് പോവുകയാണ്. ബോക്സ്
ആ അടപ്പ് മാറ്റാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ പാപികളെ തേടി വന്ന നല്ല ഇടയൻ കാട്ടിലും മേട്ടിലും കാട്ടുമുറകൾക്കിടയിലും ഒക്കെ അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈശോ എന്താ ചെയ്തത്? ആ കുഞ്ഞാടിനെ തോളിലേറ്റി, അല്ലേ? ശരിയല്ലേ? പെരുന്നാളിന് പോയപ്പോൾ കൊച്ചിനെ കണ്ടില്ല. ഉടനെ കുഞ്ഞു കൊച്ചായിരുന്നേ, അപ്പൻ്റെ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് നടന്ന കൊച്ചായിരുന്നു. ആ കൊച്ച് അത് കണ്ട് ഇത് കണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങനെ നോക്കി പിടിവിട്ട് പോയി. 2-3 ആൾ പിടിവിട്ട് പോയപ്പോൾ കൊച്ചിനെ കണ്ടില്ല. കൊച്ചങ്ങ് ദൂരെ നിന്ന് എവിടെ നിന്നോ കരയുന്നുണ്ട്. ആ കൊച്ചിന് വലിയ സങ്കടമായി. അങ്ങനെ സങ്കടമായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയ്ക്കും സങ്കടമായി. അയ്യോ എൻ്റെ കൊച്ചെവിടെ പോയി, അയ്യോ എൻ്റെ മോനെ കണ്ടോ, മോളെ കണ്ടു ചേട്ടാ, എൻ്റെ കൊച്ചിനെ കണ്ടു ചേട്ടാ, മോളെ കണ്ടു ചേട്ടാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അതിങ്ങനെ തേകിക്കാൻ അപ്പനമ്മയെ കാണാത്തുള്ള സങ്കടം കൊണ്ട് ആ കൊച്ചു അവിടെ നിൽക്കുക. ഉടനെ എന്ത് ചെയ്തു? പപ്പയും മമ്മിയോട് ഓടിച്ചെന്ന് വാരിയെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഒത്തിരി ഉമ്മ അങ്ങോട്ട് കൊടുത്തു. ഒത്തിരി ഉമ്മ കൊടുത്തപ്പോൾ കൊച്ചിൻ്റെ കണ്ണീരും സങ്കടമൊക്കെ മാറി. പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നടന്നു പോയപ്പോൾ കല്ലിലും മുള്ളിലും കാട്ടുമൃഗങ്ങൾക്കിടയിലും വിശന്നും ദാഹിച്ചും അന്വേഷിച്ചു നടന്നു, പക്ഷെ കണ്ടെത്തിയില്ല. ഉണ്ടോ? അവസാനം ഈശോ അത് കണ്ടെത്താതെ പോരത്തില്ല. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? വീണ്ടും ഈശോ കണ്ടെത്തുന്നതുവരെ, പാപികളുടെ പരിപാലകനായ ഈശോ കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ച് ആ പാപിയെ നമ്മളെ ഓരോരുത്തരെയും കണ്ടെത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പാപവഴികളിലൂടെ പോകരുത്. വിശുദ്ധികൾ ജീവിക്കുക. നല്ല ഇടയൻ്റെ സ്വരം ദിവസവും നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം. നല്ല ഇടയൻ്റെ സ്വരം ദിവസവും നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അത് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ വായനയിലൂടെയൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു. എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു. എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ
അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്, ചങ്ങല. ഇതൊന്ന് പിടിച്ചു നോക്കിയേ. ആ, 2 താഴുണ്ട്. മോൻ ഇത് പിടിച്ചോളൂ. പ്രസ് ചെയ്യാൻ പോകണ്ട, ലോക്കായി പോകും. ആ ഇത് ചങ്ങല നോക്ക്. ചങ്ങലയൊക്കെ ശ്രദ്ധിച്ചു നോക്കി, പിടിക്കുക, നോക്ക്. ഏതെങ്കിലും തലത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, പറ്റിച്ചിട്ടുണ്ടോ, തട്ടിപ്പാണോ എന്നൊക്കെ നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ. ഇത് പ്രിയപ്പെട്ടവരെ, ഇതൊരു ഇരുമ്പ് കൊണ്ടുള്ള, സ്റ്റീൽ കൊണ്ടുള്ള ചങ്ങലയാണ്. മനസ്സിലായോ? ഈ ചങ്ങല കൊണ്ട് എൻ്റെ കൈകളൊന്ന് പൂട്ടാൻ പോവുക. ഇവർ രണ്ടുപേരും കൂടെ കൈകൾ ബന്ധിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പാപത്തിലും അസ്വസ്ഥതയിലും അശാന്തിയിലും കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കിട്ടുമോ? നിങ്ങൾ പിള്ളേരായതുകൊണ്ട് പെട്ടെന്നൊക്കെ ഉറങ്ങിപ്പോവും. അപ്പനും അമ്മയൊക്കെ വീണ്ടും ഇത് ഇങ്ങനെ ആലോചിച്ച് ചേട്ടായിയും ഒക്കെ ആലോചിച്ച് പാതിരാത്രി വരെ റോഡിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കും. കാരണം അസ്വസ്ഥതയുടെ ബന്ധനം, അശാന്തിയുടെ ബന്ധനം, അമിത ഭക്ഷണാസക്തിയുടെ ബന്ധനം, സോഷ്യൽ മീഡിയയുടെ ബന്ധനം, എന്തെല്ലാം ബന്ധനമാണ് ഇന്ന് മനുഷ്യനെ, അല്ലേ? പ്രത്യേകിച്ച് പ്രണയക്കുരുക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന്, അല്ലേ? കുട്ടികളുടെ ഇടയിലൊക്കെ പ്രണയക്കുരുക്ക്, മൊബൈലിൻ്റെ ബന്ധനം. അത് കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പിള്ളേർ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? കാരണം ദൈവത്തിൻ്റെ ജീവനാണത്, അതിനെ നശിപ്പിക്കാൻ പാടില്ല. എന്തായിരുന്നാലും നോക്ക് മോനെ, ഞാൻ കൈപ്പത്തി ഇങ്ങനെ വെച്ച് തരുന്നു. താക്കോല് ഈ ഇതിൽ കൂടെ കോർത്തെടുത്തിട്ട് പ്രസ് ചെയ്തേ. ഈ കൈത്തണ്ടിയിലോട് ചേർത്ത് വയ്ക്കാം. വലതുവശത്ത് ഓർക്കാൻ എളുപ്പമുണ്ട്. അവിടെ നിന്ന് കോർത്തെടുത്തിട്ട് ധൃതി ഒന്നും പിടിക്കണം, മിടുക്കര, നിങ്ങൾക്ക് കഴിയും കേട്ടോ. ഇതാ കോർത്തെടുത്തിട്ട് കോർത്തെടുത്തതിന് ശേഷം പിടിച്ചു വെച്ചു കൊടുത്തോളൂ. ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്ത് ലോക്കാക്കും. പോലീസിൽ പോകാനാണോ ആഗ്രഹം? അല്ല. പക്ഷെ എത്ര പെട്ടെന്ന് കണ്ടോ വിലങ്ങ് വെച്ച് കണ്ടെന്ന് നോക്കിയേ. മോനും താഴ്ച ചെയ്യുക, കൈപ്പത്തി ഊരി പോരരുത്, ചേർത്ത് വയ്ക്കുക. കൈപ്പത്തി ഊരി പോരാതെ ഏറ്റവും അടുത്ത് ചേർത്ത് കണ്ണിയിൽ കോർത്തെടുത്ത് പ്രസ് ചെയ്യുക. പ്രിയപ്പെട്ട മക്കളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ബന്ധനമാണ്, അല്ലേ? നമ്മളിങ്ങനെ ബന്ധനത്തിൽ കിടന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടണമെങ്കിൽ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തണം. ലോകത്തിൽ മറ്റാർക്ക് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, കൈകൾ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടുണ്ടല്ലോ. മോനെ താഴെ നോക്ക്, പെട്ടെന്ന് നോക്ക്, വലിച്ചു നോക്കിയേ. ഉറപ്പല്ലേ നോക്കിയേ? ഉറപ്പാണ്, അല്ലേ? ഇനി ഇതാ കവറിട്ട് മൂടിക്കൊള്ളുക. ഇത് പ്രിയപ്പെട്ട മക്കൾ ഓർക്കുക, എന്നെ ഉറക്കം കെടുത്തുന്ന, അല്ലെ എൻ്റെ ബുദ്ധിക്ക് ഇരുളുമ പകരുന്ന തെറ്റായ ജീവിത രീതിയിലൂടെ നമ്മൾ പോകരുത്. യേശുവിനോട് ചേർന്ന്, സഭയോട് ചേർന്ന്, സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ ആത്മാർത്ഥതയോടെ പങ്കെടുത്ത്, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത്, അത് കൂതാശകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിച്ച്, മനവിശുദ്ധീകരണത്തിലൂടെ, ആത്മശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ആത്മാവിനൊരു സുഖം, സന്തോഷം കിട്ടണം. ഇല്ലെങ്കിൽ ആത്മാവ് ഇതുപോലൊരു ബന്ധനത്തിലാവും. അപ്പോൾ നമുക്കൊരു മതിക്കുന്ന, വലിയ ഭാരമെടുക്കുന്ന പോലെ ആയിരിക്കും ജീവിതം. ഒരു സന്തോഷം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ മാതാപിതാക്കന്മാരോടൊത്ത് ബാലനായ ഈശോ വളർന്നു വന്ന പോലെ വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ബന്ധനമുണ്ട്, അല്ലേ? ഈ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഈ ബന്ധനത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരമൊന്നും മുറുകിപ്പോയിട്ടില്ല, നമ്മുടെ പ്രാർത്ഥന ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവേ, ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, മാധ്യമങ്ങളുടെ ബന്ധനത്തിൽ നിന്നും, പ്രണയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ പ്രായത്തിലുള്ളവരെയും രക്ഷിക്കണമേ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യമുള്ള മൊഴികളായി, കനവ് കണ്ട കാഴ്ചയായി, കിളികളാടും ചുവടുമായി, കാര്യമുള്ള മൊഴികളായി, കനവ് കണ്ട കാഴ്ചയായി, കിളികൾ